ഒരു സ്കൂട്ടി മറിഞ്ഞു കിടക്കണു. സ്കൂട്ടിൻ്റെ തൊട്ടപ്പുറത്ത് സുധാകരൻ വെട്ടുകൊണ്ട് ചുവരയിലിങ്ങനെ കുളിച്ച് കിടക്കുന്നത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുമ്പോൾ. അതിന് രണ്ടാം വരി പരോളിന് വന്നിട്ടാണ് അച്ഛനും അമ്മീനും കൊന്നത്. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മീനും കൊന്നത്, വെട്ടിക്കൊന്നത്. അതാരും കണ്ടിട്ടില്ല. അവൻ്റെ ഭാര്യയും മകളും പോയി എന്നല്ല, ഭാര്യനെ കൊല്ലാൻ കൈ ഇങ്ങനെ പിടിച്ച് കൊടുവാളം എടുക്കലും ഭാര്യ അവിടുന്ന് ചാടി ഓടി. 2025 ജനുവരി 27 കേരളത്തെ ഞെട്ടിച്ച ഒരു ഇരട്ട കൊലപാതകം നടന്നത് അന്നായിരുന്നു. പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ബോയൻ ഉന്നതിയിൽ സുധാകരൻ എന്ന 50-കാരനും അയാളുടെ അമ്മ ലക്ഷ്മിയും വെട്ടേറ്റു മരിച്ച ദിവസം. കൊലപാതകി അയൽവാസിയായ ചെന്താമര. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയാണ് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാനുള്ള കാരണം നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണെന്ന ഏതോ മന്ത്രവാദിയുടെ ജൽപ്പനമാണ് അയാളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത്. ആ നീണ്ട മുടിയുള്ള സ്ത്രീ സജിതയാണെന്ന് കരുതിയാണ് അവരെ കൊലപ്പെടുത്തിയത്. 2025 ഒക്ടോബറിൽ സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2026 ജൂലൈ 20 ഇരട്ട കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ചെന്താമരയെ ഭയന്ന് വീടുപേക്ഷിച്ചു പോയ അയൽക്കാർ അയാൾക്ക് വധശിക്ഷ കിട്ടിയതോടെ മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ബസ് മറ്റേ വണ്ടി ഡ്രൈവറായിരുന്നു. അവൻ ലോറിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. നേരത്തെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ ഒരു ഭാര്യ ADS ആയിരുന്നു. അയൽക്കൂട്ടത്തിൻ്റെ ADS പറഞ്ഞ വർക്കുകൾ പഞ്ചായത്ത് പണിൻ്റെ ADS ആയിരുന്നു. ഒരു പെങ്കൊച്ചുണ്ട് അവന്. ഈ പെങ്കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇവര് നല്ല ലോകത്തിലായിരുന്നു. പിന്നെ അവൻ്റെ ഭാര്യ പിരികേറ്റിട്ട് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പിരികേറ്റിട്ട് അവൻ്റെ ഇതായി കാരണം അവനെ ആ മനുഷ്യൻ ഇതായി കഴിഞ്ഞു. എൻ്റെ ഭാര്യ നിൽക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട്. അല്ല, ഈ ചെന്താമരയും ഭാര്യയും മകളും ഒക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. നേരത്തെ സ്നേഹത്തിലായിരുന്നു. സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ആ പണിക്ക് പോകും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവനെ എന്തോ പോലെ തോന്നി എൻ്റെ ഭാര്യനെ ഇവിടെ നിൽക്കണില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ തിരുവനന്തപുരം പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പെൺകൊച്ചിനെ ഇതിങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ താമസിക്കാൻ എനിക്ക് എൻ്റെ ഭാര്യനെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഈ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പിരികേറ്റിയിട്ട് വിട്ടാക്കി. അങ്ങനെ അവനെ മാനസികമായിട്ട് ഇങ്ങനെ ഇരുന്നാണ്. ആരാ പറഞ്ഞത്, എവരാ പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഈ പഴി വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു കൊല ചെയ്തത്. അതൊരു കൊല ചെയ്ത് കഴിഞ്ഞ് സജിത അതിന് 2 മക്കളും പെൺമക്കളുണ്ട്, അച്ഛൻ. അതിന് രണ്ടാം വരി പരോളിന് വന്നിട്ടാണ് അച്ഛനും അമ്മീനും കൊന്നത്. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മീനും കൊന്നത്, വെട്ടിക്കൊന്നത്. അതാരും കണ്ടിട്ടില്ല, പറയുന്ന കേട്ടതാണ് നമ്മൾ. അത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത്? സംഭവം താഴത്താണ് പറഞ്ഞത്. ഈ റോഡിന്റെ ഈ വഴിയുടെ അവസാനമാണല്ലോ സജിതയുടെ വീട്. സജിതയുടെ വീടിന് ഇപ്പം ചന്താമ്പൻ്റെ വീടിന് ഉമ്മാർ തന്നെ. അത് വീടൊക്കെ പൊളിഞ്ഞു കിടക്കണേ അവൻ്റെ ഉമ്മാർ തന്നെ. ബൈക്കിൽ അവൻ്റെ അച്ഛൻ വരും, കുട്ടി അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ എന്തിനാ വരുമ്പോൾ വെട്ടി. അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛനെ വെട്ടി പറഞ്ഞപ്പോൾ അമ്മ ഓടിക്കൊണ്ട് വന്നു, അമ്മേനും വെട്ടി. ഇതാ പറഞ്ഞ നമ്മളില്ല, ഞങ്ങൾ ഈ കാലത്ത് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്നു ഇല്ല അങ്ങനെ അവിടെ തങ്ങും. വടക്കഞ്ചേരി പങ്ങളിൽ അവിടെ തങ്ങും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വരേണ്ട പറഞ്ഞു. പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേർ പഠിക്കുന്നില്ല, ഒക്കെ എറണാകുളമാണ്. പിന്നെ ഞങ്ങളെ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് പോകും. ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ആ കുട്ടി പേടിച്ചിട്ട് പോയതാണ്. അവൻ വന്ന് കൊല്ലും പറഞ്ഞിട്ട്. പിന്നെ ആ വീട്ടിൽ തന്നെ സജീന്ദ്ര വീടും അമ്മയുടെ വീടാണ് അതുണ്ട്. അതിനിപ്പുറത്ത് ചന്താമ്പര. പിന്നെ ഈ കാരണം ഒരു മരിച്ചു ഈ വീട്ടിൽ. അത് മരിച്ചു. പിന്നെ ഈ വീട്ടിൽ അവർ വൈകിട്ട് വൈകുന്നേരം 8 മണിയാകുമ്പോൾ വരുവുള്ളൂ. അങ്ങനെയാണ് അവർ. അല്ല, ഈ സജിതയോടും ഒക്കെ അല്ലേ സുധാകരനോടും ഒക്കെ അല്ലേ വൈരാഗ്യം ഉണ്ടായിരുന്നുള്ളൂ ചെന്താമരയ്ക്ക്? പിന്നെ മറ്റുള്ളവരൊക്കെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടുന്നത് പറഞ്ഞാൽ അവൻ വന്നില്ലേ. ഞങ്ങളൊക്കെ പോലീസുകാർ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ചാനൽ എടുത്തിട്ട് പോയില്ലേ, ഈ ചാനൽ അവിടെ കൊണ്ട് നിങ്ങൾ വിളംബരം ചെയ്തു. ഇതാരാ പറഞ്ഞത് അവരെ പറഞ്ഞാൽ അവനെ പഴിയായി. ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞു ചാനൽ ഇട്ട് കാണിച്ചില്ലേ, എന്നെ പഴിയായില്ലേ. ഓരോരുത്തരും അങ്ങനെ പഴിയാ. ആ കുട്ടി വന്ന് അവിടെ കോടതിയിൽ വന്ന് ആ കുട്ടീനെ കൊല്ലും, അവർ അമ്മായി എന്നെ കൊല്ലും, ഇയാളിനെ കൊന്നു, ഈ 2-3 ആളിനെ വിട്ടാൽ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ആളിനെ പഴിയാണ് എനിക്ക്. അവൻ മുടി അങ്ങനെ പറഞ്ഞിരിക്കും ജഡ്ജിനെ കൊണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ കേസ് കഴിഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ ഒന്നും അറിയാത്തവർ കേസിനെ വിളിച്ചിരിക്കണം. 250 ആൾക്കാർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടാവും, സാക്ഷികൾ. ഈ സാക്ഷികളിനൊക്കെ വലിച്ചു. അത് മൂപ്പര് ആ കാരണവരാണ് കണ്ടെത്തി പോകുമ്പോൾ കണ്ടത്. ആ മൂപ്പര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ പണിക്ക് പോയിട്ട് വൈകിട്ടല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ മൂപ്പര് കൊണ്ടുപോയി ചാനൽ കൊടുക്കും. ഈ ചെന്താമരയുടെ ഭാര്യയും മകളും അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇവിടെ ഒന്നും ആയില്ല. പിന്നെ ഈ കൊല കഴിഞ്ഞിട്ട് എന്തോ ഒരു മൊഴി അപ്പം വന്നാണ്. ആ മരിച്ചിട്ട് എന്തോ മൊഴി എടുക്കാൻ വേണ്ടി വന്നാണ്. പിന്നെ വന്നിട്ടില്ല ഇവിടെ. ഇപ്പോൾ ചാനൽ കൊടുത്തിട്ടുണ്ടല്ലോ, മനോരമ ചാനൽ. ആ കുട്ടി പൈസ എന്തോ കൊടുക്കണം പറഞ്ഞിട്ടൊക്കെ ചാനൽ. അതിലൊക്കെ പറയുന്നത് കേട്ടതാണ് നമ്മൾ.
ഇതന്നെ ഞങ്ങൾ വരണം പോണത് മരിപ്പാരും കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇന്നും ഇവിടെയുള്ളവർക്ക് ഭയമാണ്. ചെന്താമര എന്ന പേര് പോലും അവരെ ഭീതിപ്പെടുത്തുന്നു. ആരുടെയും മുഖത്ത് നോക്കാതെ നിലത്ത് നോക്കി നടന്നു പോകുന്ന ചെന്താമരയുടെ ക്രൂരമുഖം ഒരു ദുസ്വപ്നമായി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. താങ്കളാണ് ഇത് ആദ്യം കണ്ടത്, അത് എങ്ങനെയാണ്? ഞാൻ പാടത്തേക്ക് പോകുമ്പോൾ കൃഷ്ണസ്വാമിൻ്റെ വീട് എത്താറായപ്പോൾ ചെന്താമര ഒരു കൊടുവാളും, ഇടത്തെ കയ്യിലൊരു കൊടുവാളും വലത്തെ കയ്യിലൊരു പിടിയും ആയിട്ട് അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണമെന്നുണ്ട്. പിന്നെ ഞാൻ വേറെ എന്താണെന്നാണെന്ന് വിചാരിച്ച് ഞാൻ താഴത്ത് പോകുമ്പോൾ ഒരു സ്കൂട്ടി മറിഞ്ഞു കിടക്കണു. സ്കൂട്ടിൻ്റെ തൊട്ടപ്പുറത്ത് സുധാകരൻ വെട്ടുകൊണ്ട് ചുവരയിലിങ്ങനെ കുളിച്ച് കിടക്കുന്നത്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുമ്പോൾ ചുവര. അതിൻ്റെ തൊട്ടപ്പുറത്ത് ലക്ഷ്മി അമ്മ, അവരുടെ അമ്മ, സുധാകരൻ്റെ അമ്മ. ഈ കാഴ്ച കണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഈ ചെന്താമര ഈ ഇവരിന് രണ്ടാളിനെയും വെട്ടിക്കൊന്നല്ലോ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. അങ്ങനെ മുകളിൽ കയറി വന്നു. ഇവിടെ ഫോണിൽ കൂടി പോലീസിനെ അറിയിച്ചു. ഇവിടുത്തെ നാട്ടുകാർ, ഞാൻ നിലവിളിക്കുന്ന കണ്ടിട്ട് നാട്ടുകാരൊക്കെ കൂടി. അപ്പോഴേക്കും ആൾക്കാർ, ജനങ്ങൾ കൂടിക്കഴിഞ്ഞു. അവൻ അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടി പോയതാണ്. കുട്ടിക്കാലം മുതൽക്കേ ചെന്താമരയ്ക്ക് ക്രൂര മനസ്സായിരുന്നു അത്രേ. വിചിത്രമായ സ്വഭാവത്തിൻ്റെ ഉടമയായ അയാൾ തികഞ്ഞ അന്ധവിശ്വാസിയുമായിരുന്നു. ബസ് ഡ്രൈവറായിരുന്ന ചെന്താമര കിട്ടുന്ന കൂലി ക്ഷേത്രങ്ങളിൽ പോകാനും മന്ത്രവാദം ചെയ്യാനുമാണ് വിനിയോഗിച്ചിരുന്നത്. കോടതിയിലും അയാൾ ഒരു കൂസലുമില്ലാതെ നിസ്സംഗനായാണ് നിന്നത്. ചെന്താമരയുടെ അമ്മാവൻ പരമേശ്വരൻ പറയുന്നു, ഞാനിത് കഴിഞ്ഞ ശേഷം പുറത്തുകൂടി വന്നപ്പോൾ 2 പോലീസുകാർ വന്നു. അവിടുന്ന് ഇവിടെ ആദ്യത്തെ വാതിൽ തള്ളി, ഉള്ളിൽ ലോക്കാണല്ലോ ഈ ചെന്താമരയുടെ വീട്ടിലോ? ചെന്താമൻ്റെ വീട്ടിൽ. അപ്പുറത്തുകൂടെ വന്ന് തള്ളിയപ്പോഴും അതും ലോക്കാണല്ലോ. അവനെ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ അകത്ത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടറിയുള്ളൂ, വടിയും കൊണ്ട് ജനലിൽ കുത്തിയതും ജനൽ തുറന്നു ഇതിനുള്ളിൽ ആരും ഉണ്ടല്ലോ പറഞ്ഞു. പിന്നെ വന്നു ജീപ്പിലെ ആൾക്കാർ വീടിൽ ഇരുന്നു. പിന്നെ ആരും ഉള്ളിൽ കയറ്റിയില്ല. പക്ഷേ ചെന്താമരയെ പിടികൂടിയത് അവിടെ പിടികൂടിയത് ഇവിടുന്ന് എല്ലാവരുടെയും അത് അവിടെ ഉണ്ട് എല്ലാവരും ഓടിച്ചു കഴിഞ്ഞിട്ട് സുഖമായി കയറ്റി ഇങ്ങോട്ട് പോയി. അതായത് ആൾക്കാരുടെ രോഷം ഭയന്നിട്ടായിരിക്കണം പോലീസ് അത് ചെയ്തത്. പോലീസ് ഈ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെളിക്ക് വിട്ടാൽ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് പോലീസിൻ്റെ തന്ത്രപ്രകാരം അവർ മാട്ടായിൽ കണ്ടു പറഞ്ഞു. മാട്ടായിൽ അവൻ ഇത്തിരി വെള്ളം അടിക്കാൻ വേണ്ടി പോയിട്ട് പോലീസ് കണ്ടപ്പോൾ ഓടിയതും അവൻ്റെ പിന്നാലെ എല്ലാവരും കൂടി ഓടുമ്പോഴേക്കും ഇവിടുന്ന് വണ്ടി കയറ്റി പോവുകയും ചെയ്തു. അങ്ങനെ നടന്നത്. ഈ ചെന്താമര മുമ്പ് ബസ്സൊക്കെ ഓടിച്ചിരുന്ന ഡ്രൈവറായിരുന്നല്ലോ, ബസ് ഡ്രൈവറായിരുന്നല്ലോ, ലോറിയൊക്കെ ഓടിച്ചിരുന്നു. അന്നൊക്കെ പുള്ളി നല്ല മര്യാദയുള്ള സ്വഭാവക്കാരനായിരുന്നു. മര്യാദ എപ്പോഴും തഴുകിടുതൽ താത്തിയിട്ടൊരു പോക്കാണ്. അവന് ആരോടും മിണ്ടില്ല. അവന് എതിരെ മിണ്ടാൻ തുടങ്ങിയാലോ എല്ലാം പറയുകയും ചെയ്യും. അവനോട് സ്നേഹത്തോട് നിന്ന അവൻ നടന്ന കാര്യം കംപ്ലീറ്റ് പറയും. ഉടക്കൊന്നും നേടാൻ പറ്റില്ല. ഉടക്കൊന്നും ശരിയല്ലാണ്ട് തെറ്റിയിട്ട് വന്നാൽ പിന്നെ അവൻ അങ്ങനെ നോക്കിയിട്ട് ഒരു ലെവൽ മാറുകയാണ്. മറ്റേ തുണിക്കാരൻ വന്ന് വീട്ടിനുമ്പുറത്ത് വന്ന് ഇവിടെ വന്ന് നിലവിളിച്ച് എല്ലാവരും വന്നിട്ട് കൊടുക്കാനുള്ള കാശ് കൊടുക്കുകയാണ്. അവൻ്റെ വീട്ടിനോട് വന്ന് നിലവിളിച്ചാൽ ഇതാ എൻ്റെ ഉമ്മർത്ത് നിന്നിട്ട് നിലവിളിക്കണം. അത്രയും മോശമാണ്. അവന് സംശയങ്ങളാണ്. ആർക്ക്? അല്ലാണ്ട് അവൻ്റെ ഭാര്യനെ കൊല്ലാൻ പോയിട്ടല്ല അവന് ഈ ദേഷ്യം. അവൻ്റെ ഭാര്യനെ വീട്ടിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചമർത്തിയിട്ട് കൊടുവാളിങ്ങനെ എടുക്കുമ്പോൾ കൈ ലൂസായില്ലേ, അങ്ങനെ ഓടി രക്ഷപ്പെട്ടാണ്. ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭാര്യനെ കൊല്ലാൻ ശ്രമിച്ചിട്ടാണ് ഓടി രക്ഷപ്പെട്ടത്. അല്ലാണ്ട് അവൻ്റെ ഭാര്യയും മകളും പോയി എന്നല്ല. ഭാര്യനെ കൊല്ലാൻ കൈ ഇങ്ങനെ പിടിച്ച് കൊടുവാളെടുക്കലും ഭാര്യ അവിടുന്ന് ചാടി ഓടി ഇങ്ങനെ മയിലാത്തൻ്റെ വീട്ടിൽ പോയി, കടൻ്റെ അവിടെ. ഇവൻ രാത്രി പകൽ നടക്കുകയാണ്. അങ്ങനെ വിളിച്ചു പോയിട്ടാണ് കൊണ്ടുപോയത് അവൻ്റെ വീട്ടുകാർ. ഈ ചെന്താമര ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണോ? ഇവിടെ തന്നെ. അപ്പോൾ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കൊക്കെ അറിയാം? കാലം മുതൽ തന്നെ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിക്കല്ല് അരിയാട്ടുകല്ലിനൊക്കെ തല്ലി അങ്ങോട്ട് പൊട്ടിക്കും. ദേഷ്യം, അത്രയും ദേഷ്യമാണ് അവന്. ചെറുപ്പത്തിലും എല്ലാം പഠിക്കാൻ വിട്ടാലും അവൻ്റെ ഭാര്യ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ഇയാളെ സ്നേഹിച്ചതാണോ? ഇയാൾ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ് ഭാര്യ നല്ല പഠിപ്പൊക്കെയുള്ള സ്ത്രീയാണ്. സ്നേഹിച്ചിട്ട് അവൻ്റെ വീട്ടുകാരനെ കല്യാണം കഴിച്ചെന്നില്ല ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചത്. ഭാര്യയുടെ വീട്ടുകാരെ പേടിപ്പിച്ചാണ് കല്യാണം കഴിച്ചത്. ഭാര്യ വീട്ടുകാരനെ കൊല്ലും ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടാണ് വെല്ലുവിളിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അപ്പോഴും ഇവന് ഈ
കൊല്ലും എന്നുള്ള വാശി ഇത് മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിലേ ഉള്ളതാണ്. ചെറുപ്പത്തിലേ ഉള്ളതാണ്. ഇപ്പോൾ ഇയാളുടെ സഹോദരങ്ങളൊക്കെ എവിടെയാണ്? സഹോദരങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവരൊന്നും സഹകരിക്കാറില്ല ഇയാളോട്? അവരൊക്കെ കുറച്ചൊക്കെ അനിയൻ വരുമ്പോൾ ആഹാരം കൊടുക്കാണ്ടിരിക്കുമോ? വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കും, പിന്നെയും ഇങ്ങോട്ട് വരും. തന്നെ എപ്പോൾ പാടത്തോടിയപ്പോൾ അവൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ശരി, അവൻ ആയുധം കൈവച്ചിട്ടേ നടക്കുകയുള്ളൂ. കുളിക്കാൻ പോകണമെങ്കിൽ ശരി, ആയുധം കൈവച്ചിട്ടേ പോവുള്ളൂ. കുളിച്ച് വരികയാണെങ്കിലും ആയുധം കൈവച്ചിട്ടേ നടക്കുക. അവന് കേസിൻ്റെ ഡേറ്റായപ്പോൾ 5000 ഉറുപ്പിക കെട്ടണം. ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ, കോഴിക്കോടൊക്കെ പോയി നിന്നിട്ട് വന്നില്ല. കേസിൻ്റെ ഡേറ്റായപ്പോൾ അവൻ പറയുന്നത് എന്താ അറിയോ, ഇനിയിപ്പോൾ 5000 ഉറുപ്പിക കെട്ടണം. അനാലോട് സംസാരിച്ചത് 5000 ഉറുപ്പിക കെട്ടണം, അതിന് വഴിയില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ആ കേസിന് ഹാജരാകാണ്ടിരിക്കുക, അപ്പം നീ നേരെ ഉള്ളിൽ പോവുക, അപ്പം പിന്നെ സുഖമായി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അതിൻ്റെ ചിന്തയായി. പിന്നെ എന്താ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇവരിനെ കെട്ടിയപ്പോൾ കൊന്നപ്പോൾ പിന്നെ ജാളിയിൽ പോയല്ലോ. അങ്ങനെയാണ്. അപ്പം ആ സമയത്തും അവൻ്റെ ഇവിടെ കൊടുവാളുണ്ട്. എന്നോട് സംസാരിക്കുമ്പോഴേക്കാണ് കൊടുവാളും ഈ കത്തിയും അവൻ്റെ ഇടതുവശത്ത് മുണ്ടോട് കൂടിയിട്ട് റൗണ്ടിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എൻ്റെ സെറ്റപ്പ് കണ്ടോ, എന്നിട്ട് കൊടുവാൾ കാണിച്ചു സെറ്റപ്പ് നോക്കാം. എൻ്റെ സെറ്റപ്പ് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ ആവശ്യമില്ലാത്തവനും തലയിടണ്ട, ഏതായാലും ഒരിക്കൽ പെട്ടു, വേണ്ട പറഞ്ഞിട്ടും വിട്ടിട്ടില്ല അവൻ. ആര്? അത് കഴിഞ്ഞിട്ട് ഞാൻ പാടത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും ഒക്കെ കൂടി നിലവിളിയായി. ചന്ദ്രപ്പാത് പറഞ്ഞ് നോക്കും, ശിവരായൻ ഇവിടുന്ന് വിളിച്ചിട്ട് ഇതെങ്ങനെമാർ വന്നു ഇതാ വെട്ടിന് പറഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ തിരിച്ചു പോയിട്ട് അവിടെ പറഞ്ഞിട്ട് ഞാൻ അതേ പോകുമ്പോഴേക്കും അവിടെ ഒരാൾ കിടക്കണോ, അവിടെ ഒരാൾ. അപ്പോൾ ഇത് മരിച്ചിട്ടില്ല, കഴുത്തിൽ വെട്ടുകൊണ്ടിട്ട് അതങ്ങനെ ചേർന്ന് കിടക്കണം, അതുകൊണ്ട് മരിച്ചില്ല. എടുത്ത് പൊക്കിയിട്ട് വണ്ടി കയറ്റുമ്പോൾ ആൾ പോയി. ആരെടുത്ത് പൊക്കി വണ്ടി കയറ്റിയത്? ഇവിടുത്തെ നാട്ടുകാരെ കൂടിയിട്ട് ലോഡിങ്ങാരും ഇവരെ കൂടി പിടിച്ച് പോയി. പിന്നീട് ഈ സംഭവം നടന്നതിന് ശേഷം ഈ ചെന്താമരയുടെ ഭാര്യയും മകളും ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല? അവരിതിൻ്റെ പിടിച്ച് കൊല്ലാൻ പോയ ഇവിടുന്ന് ഓടിയ ശേഷം ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. അന്ന് ഇവിടെ എങ്ങനെ എൻ്റെ ഒരു ഭർത്താവുണ്ട് പറഞ്ഞിട്ട് കാണാനോ, മകള് പിന്നെ വരവേ ഇല്ല. അവൻ വന്നു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ നിന്ന് ഇങ്ങനെ തല കാണിച്ച അപ്പം സംശയമാണ്, ഇങ്ങോട്ട് നടന്ന അപ്പം സംശയമാണ്. അങ്ങനെയായിട്ട് വിവാഹിതയാണോ? കല്യാണമൊക്കെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്. മകൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടല്ലേ? വാട്ടർ അതോറിറ്റിയിൽ ജോലിയൊക്കെ ഉണ്ട്. അത് എറണാകുളത്ത് തന്നെ പഠിപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവരുത്താണ്ട് തന്നെ ലീവ് വന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇവൻ ഭാര്യനെ എപ്പോഴും അടിയും തല്ലും. ഒരു 10 ദിവസം നേരെ ഇരുന്നാൽ പിന്നെ ഇടിയും തല്ലുക ഭാര്യനെ. അതെങ്ങനെ അത്രയും കാലം കഴിച്ചുകൂട്ടി ഇരുന്നു എന്നുള്ള ദൈവത്തിനോട് ചോദിക്കാം. ഈ ചെന്താമര എന്നുള്ളൊരു പേര് അപൂർവമായിട്ടാണ്. പുള്ളിയുടെ യഥാർത്ഥ പേര് ചെന്താമര തന്നെ, ചെന്താമര എന്നതിൻ്റെ പേര്. പിന്നെ അതൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കറുത്തൊരു ആട്ടും കൂട്ടി കൊണ്ടുപോവാ, നിൻ്റെ എല്ലാം ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഒരു ആട്ടിനെ വാങ്ങി ആട്ടോയിൽ കയറ്റി പോയി അവിടെ കൊണ്ട് അടുത്ത് അവർ തിന്നും പോയി ഇവൻ വിടാണ് പോകുന്നത്. അങ്ങനെ ഒരു സംശയം, ദൈവത്തിനോട് നമുക്കെല്ലാം നേടാം എന്നൊരു തോന്നല, അന്ധവിശ്വാസം. നേരെ ഗുരുവായൂരിൽ പോയി, ഗുരുവായൂർ വലിയ ഫോട്ടോ വാങ്ങി കൊണ്ടുവച്ചു. ഒന്നും നടക്കില്ല, പരിയാമ്പറത്തുകൊണ്ട് അതിന് ചവിട്ടി പൊടിച്ച് തലയിൽ മൂത്രം ഒഴിച്ചിട്ട് മുണ്ടാണ്. അത്രയും വില്ലൻ. ഒന്നും നടക്കാതിരുന്ന അവനെല്ലാം ചെയ്യും. പിന്നെ ഈ രാജ്യത്ത് എവിടെയും ഒരു ദൈവസ്ഥലമുണ്ടോ അവിടെയൊക്കെ പോയിട്ട് വരും. ഒന്നുമില്ല ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റ രക്ഷയില്ലെങ്കിൽ മൂക്കത്തിയുള്ള ഒരു തടി അടിച്ച് മൂക്കത്തിന് ഊരി വാങ്ങിയിട്ട് അതിനെ കൊണ്ട് പണയുമ്പോഴത്തെ ആ ദൈവസ്ഥലത്ത് പോയിട്ട് വരും. അങ്ങനെയാണ് അവൻ്റെ ജീവിതം. ഭാര്യയൊക്കെ അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു കൂട്ടിയതിന് പിന്നെ വല്ല ആരെങ്കിലും ആണ് സഹിക്കില്ല അല്ലേ? അവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഓടി ഞങ്ങളുടെ വീട്ടിൽ വരും. മാമനില്ല, ഞങ്ങളുടെ വീട്ടിൽ വരും. താങ്കളുടെ ആരാണ്? എൻ്റെ പെങ്ങളുടെ മകനാണത്. സ്വന്തം പെങ്ങളുടെ മകനാണ്. അതിനല്ലേ എന്നെയും അവനെയും ഡൂപ്പ് ഒരേ ലെവലിലിരിക്കുന്നത്. ഇവനെ മുടിക്ക് പിടിക്കാൻ പോണ സമയത്ത് ആലത്തൂരിലെ മറ്റേ പോലീസുകാരനില്ല, നീ മാത്രം വെളിയിൽ ഇറങ്ങണ്ട കേട്ടോ, നിനക്ക് ആദ്യം തല്ലുകൊള്ളും. ഞാൻ വിളിക്കാൻ ഇറങ്ങിയില്ല. രണ്ടുപേരും ഒരുപോലെയാണ്. നീ ഓടുന്നു കണ്ടു കഴിഞ്ഞാൽ ഇതാ ചന്താമരനെ തല്ലുന്നു പറഞ്ഞിട്ട്. അതേ ടൈപ്പ് ഞാൻ മറ്റേ രാധ ചെന്താമരയൊക്കെ
ഫ്രണ്ട് കണ്ടാലും ഒരു വീത്ത് പെട്ടെന്ന് കണ്ടവർക്ക് ശരിയാവില്ല, അല്ലാത്തവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇല്ലേ. അങ്ങനെ ഇപ്പം നോക്കുമ്പോഴും ഒരു 2 ദിവസം നേരെ ഇരുന്നാൽ 3-ാമത്തെ ദിവസം ഭാര്യ ഇവനും കൂടെ തെറ്റിയിട്ട് ഭാര്യ വീട്ടിൽ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളൂ, വലിയ ഒരു ഇതില്ലാത്ത വീടാണ്. അതുകൊണ്ട് പിന്നെയും സഹിച്ചിട്ട് വരും, പിന്നെയും അടിയും തരും, പിന്നെയും സഹിച്ചിട്ട് വരും. അങ്ങനെ ഇയാളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തായിരുന്നു ജോലി? അച്ഛനും അമ്മയ്ക്കൊന്നും പാടത്ത് പണി തന്നെ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കാൻ അച്ഛൻ മരിച്ചു. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്? ആ, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അച്ഛനെ തേനീച്ച കുത്തിയിട്ട് പോയി. തേനീച്ച കുത്തിയിട്ട് വെള്ളത്തിൽ മുങ്ങി പൊന്തിയ പിന്നെയും പിടിക്കുകയാണ്. യാതൊരു വഴിയില്ലാണ്ട് കുറേയൊക്കെ മുള്ളൊക്കെ പേർത്ത് പിന്നെ ഹാർട്ടിലേക്കും തകരാറ് വെച്ച് നിറയെ കുത്തിയതുകൊണ്ട് പിന്നെ ആൾ പോയി. ഇനിയിപ്പോൾ ചെന്താമരയെ ഭയന്നാണ് ഇവിടെ അയൽവക്കക്കാരൊക്കെ പലരും വീട് വിട്ട് പോയത്. പല വീടുകളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. വീടുകളും പറയുമ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് പോത്തണ്ടിയിൽ ചായ കുടിക്കാൻ പോയിട്ടേ ആ താടിമണ്ട ഭാര്യ ഇവരെ കൂടിയിട്ടേ എന്തോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എന്താ എന്നെ നോക്കി ചെറുക്കണ് ചെന്താമര പറയാ. പിന്നെ അവരൊന്നും മിണ്ടിയില്ല. എന്താ കാരണം അറിയാം, ഈ പാവി എന്തെങ്കിലും ചെയ്താലോ. അവൻ്റെ പോക്ക് ശരി, അവൻ്റെ വേറെ ഒരു സൂക്കേടൊന്നുമില്ല, തലയ്ക്കിങ്ങനെ തോന്നിയാൽ പിന്നെ അതിലെങ്ങനെ പോകും. പിന്നെ ഞാൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് അറിയില്ല. പിന്നീട് പോലീസ് പിടിച്ച് പിന്നെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് അവനത് ആലോചിക്കുന്നില്ല. ഒന്നുമില്ല, ബീഡി മാത്രം വലിക്കും, ബാക്കി ഒന്നും ചെയ്യില്ല. മദ്യപിക്കുക ഒന്നും ചെയ്യില്ല. പോലീസുകാർക്ക് ഇഷ്ടംപോലെ ഇറച്ചതിനും പറഞ്ഞു. അവനൊക്കെ ഇറച്ചി ഒരു കഷ്ണത്തിൽ കൂടുതൽ തിന്നില്ല, എത്ര വെച്ചാലും അങ്ങനെ തിന്നുള്ളൂ. ഇപ്പോൾ പിന്നീട് ഈ ചെന്താമരയുടെ സഹോദരങ്ങളൊക്കെ മൊഴി മാറ്റി എന്ന് മാറ്റുമല്ലോ. എന്താ കാരണം അറിയാം, ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ എന്നെപ്പറ്റി പറയുമോ? അവർ മാറിയല്ലേ പോവുള്ളൂ. അതേപോലെ അവൻ്റെ വീട്ടുകാർ മാറിപ്പോവും. അയ്യോ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറയും. അല്ലാണ്ട് അവനും കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും വൈരാഗ്യമാവും. അല്ലെങ്കിലേ വൈരാഗ്യമാണ്. കുറേ 10 ദിവസം നമ്മളോട് ഡീസൻ്റായി പെരുമാറിയ 15-ാമത്തെ ദിവസം തെറ്റി. അതന്നെ പിന്നെ ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി നിൽക്കും. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ അവിടെ ഇരിക്കുമ്പോഴേ അതന്നെ 2 മാസമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ഇതിൽ തെറ്റുകൾ അങ്ങനെയുള്ളൊരു സ്വഭാവം. എന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും അവൻ്റെ നൈസിൽ കൂടിയിട്ട് സംസാരിച്ചാൽ പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറയും. ഒരു പൊട്ട മനസ്സുമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ജയിലിലോ മറ്റോ വെച്ച് ചെന്താമരയെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഓ ഞാൻ കണ്ടിട്ടുണ്ട്. ചിറ്റൂര് വെച്ച് കണ്ടു. പിന്നെ കേസിന് പോയി പാലക്കാട്. ഞാൻ മജിസ്ട്രേറ്റിന് അവിടെ നിൽക്കുക, അവൻ അവിടെ നിൽക്കുക. ഞങ്ങൾ രണ്ടാളും കൂട്ടാണ് പോയത്. 2 പേരിന് ഇവിടെ ചോദിക്കുന്ന സമയത്ത് അടുത്ത് അവനുള്ളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, പോലീസുകാരില്ലേ, ഒന്നും പറയില്ല. വരുന്ന സമയത്ത് ശരി പോയിട്ട് വരാട്ടോ മാമ പറഞ്ഞിട്ട് പോയി. ചെന്താമരയുടെ വീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ആ ചെറിയ വീട് കാട് മൂടി കിടക്കുന്നു. തികഞ്ഞ അന്ധവിശ്വാസിയായ ചെന്താമരയുടെ വീടിനകത്ത് ഏതൊക്കെയോ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോഴും പൊടി പുരണ്ടിരിപ്പുണ്ട്. സംഭവം നടന്നതിന് ശേഷം ഏതോ ദിവസങ്ങളിലൊന്നിൽ ആരോ അയാളുടെ വീടിന് തീയിട്ടു. അടുക്കളയിൽ ഇപ്പോഴും ഗ്യാസ് സിലിണ്ടറും കുറച്ച് പാത്രങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. സംഭവം നടക്കുന്നതിന് മുമ്പേ തന്നെ ചെന്താമരയുടെ ഉപദ്രവം കാരണം അവിടം വിട്ടുപോയ അയാളുടെ ഭാര്യയും മകളും പിന്നീട് ഇന്നേ വരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല.
കൊല്ലപ്പെട്ട സുധാകരന്റെ വീടും കാട് മൂടി അനാഥമായി കിടക്കുകയാണ്. ആദ്യം അമ്മയും പിന്നീട് അച്ഛനും മുത്തശ്ശിയും നഷ്ടപ്പെട്ട സുധാകരന്റെ മൂത്ത മകൾ നേഴ്സായി ജോലി നോക്കുകയാണ്. ഇളയ മകൾ സജിതയുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കൂനിശ്ശേരിയിലെ അമ്മ വീട്ടിലാണ്. വയസ്സായ മുത്തശ്ശി കൂലിപ്പണിക്ക് പോയി കിട്ടുന്നതുകൊണ്ടാണ് കുടുംബം കഴിയുന്നത്. സുധാകരന്റെ മൂത്ത മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് ഈ പെൺകുട്ടികളുടെ പ്രതീക്ഷ. മോളിപ്പോൾ എവിടെയുള്ള? ഇപ്പം ഞാൻ അമ്മൻ്റെ വീട്ടിലാണ്, കുനിശ്ശേരി. അമ്മാമ്മയും അപ്പാപ്പത്തെയും കൂടെ ഇരിക്കുന്നു. ഇപ്പം എന്ത് മോള് പഠിക്കുകയാണോ? ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ട്. ചേച്ചിയോ? ചേച്ചി മാരേജ് കഴിഞ്ഞു. അപ്പോൾ അവള് നേരത്തെ മുതലേ ജോലിയുണ്ട്, നഴ്സായിട്ട് പാലക്കാട് കോപ്പറേറ്റീവിൽ നിൽക്കുന്നുണ്ട്. ചെന്താമരയൊക്കെ ആയിട്ട് വീട്ടിൽ എങ്ങനെ മുമ്പ് വഴക്കോ അങ്ങനെ എന്തെങ്കിലും, അച്ഛന് വൈരാഗ്യോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇല്ല, അയാൾ നമ്മുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അമ്മനെ ചെയ്തതിന് ശേഷമാണ് നമ്മളെ അറിയുന്നത്. അയാൾക്ക് നമ്മുടെ മേലെ പകയെന്തോ ഉള്ള കാര്യം അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ ഇതിൽ സങ്കടത്തിൽ ആരുടെ അടുത്തും അങ്ങനെ അവിടുത്തെ ആരുടെ അടുത്തും അങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നത് ഭാര്യയെ അയാൾ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നാണ്. ഭാര്യ അവസാനമായിട്ട് പിണങ്ങിപ്പോയത് അയാൾ കൊടുവാൾ കത്തി അങ്ങനെ എന്ത് വെച്ച് കഴുത്തിൽ വെക്കാൻ പോയപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയതാണ് ഭാര്യ. അത് നമ്മൾ കാരണമാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഇപ്പം ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ ചെന്താമരയുടെ ഭാര്യയോ മകളോ അങ്ങനെ നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല, നമ്മളായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇപ്പം മോക്കിനി എന്താണ് ആവശ്യം? സർക്കാരിൽ ഒരു സഹായത്തിന് വേണ്ടി പറഞ്ഞില്ലേ? ജോലിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ജോലി സർക്കാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നടപടികൾ എങ്ങനെ, അപേക്ഷ വല്ലതും കൊടുത്തോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ? നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം ശരിയായി പോകുന്നുണ്ട്, കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് ഇനി മോളിനി പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ പോകുമ്പോഴൊക്കെ കൂടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛനും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇനി പോയിട്ടും ശരിയല്ല. അമ്മ പോയതിന് ശേഷം പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു, ഈ വീട്ടിലായിരുന്നു? അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ആയിരുന്നു. അച്ഛൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അച്ഛൻ ഞായറാഴ്ചകളിൽ വരുമ്പോൾ ഞാനും അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പം അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കും. ഇനി മോക്ക് അങ്ങോട്ട് പോകാനും താല്പര്യമില്ല? ഇല്ല, ഞാൻ പോകുമ്പോൾ തന്നെ പേടിയാണ് അയാളുടെ വീടൊക്കെ കണ്ടിട്ട് കണ്ടപ്പോൾ. അമ്മയുടെ എത്രാമത്തെ മകളായിരുന്നു? രണ്ടാമത്തെ മോള്. ഇനി കുട്ടികൾക്ക് ഒരു ജോലി കൊടുത്തു കിട്ടിയ വലിയ ഒരു ഓവാരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വയസ്സായി, 70 വയസ്സായി, ആൾക്ക് 80 വയസ്സോളമായി. അയാൾ ചെവിടും കേൾക്കില്ല, ഒന്നും കേൾക്കാണ്ട് ഇരിക്കുകയാണ്. എവിടേക്ക് പോകണം, ഞങ്ങൾ ആരെങ്കിലും പോകണം. അപ്പോൾ ഈ കുട്ടികളെ നോക്കിക്കൊണ്ട് ആകെപ്പാടെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൾ നല്ല വിഷമമുണ്ട് ആൾക്ക്. ഞാൻ എന്ത് ചെയ്യും? ഈ കുട്ടികളെ എപ്പോഴും കുട്ടികൾ പേടിച്ചിട്ടാണ് നടക്കുന്നത്. ഇറങ്ങും എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങളിനി എന്താ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഒരു ഇതില്ല. ഒരു ജോലി കൊടുത്ത് അവർക്കൊരു തൊഴിലായി കിട്ടിയ ഞങ്ങൾക്ക് കണ്ണും മറിയാണെങ്കിലും സന്തോഷത്തിൽ ഇതാകുന്നുണ്ട്. ഇനി ഇത്രയേ പറയാൻ എനിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ എന്താ പറയുക? ആൾക്കൊന്നും കേൾക്കാണ്ട് ഇരിക്കുകയാണ്. അയാളുടെ അടുത്ത് കേൾക്കണം അയാളുടെ സങ്കടം. ഞാൻ എന്താ പറയാന്ന് എനിക്കേ അറിയില്ല. രണ്ടാൾക്ക് ഒരുപാട് സർക്കാർ ജോലി കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും ഞാൻ. അവർക്കൊരു സാധനം വാങ്ങണം, ഞങ്ങളുടെ അടുത്ത് കേൾക്കാൻ എങ്ങനെയാണ് കേൾക്കുക? അപ്പാപ്പൻ്റെ അടുത്ത് അപ്പാപ്പന എവിടെയും പോവില്ല. ഞാൻ എന്താ പണിക്ക് പോവും. അമ്മയ്ക്ക് എന്താ ജോലി? പാടത്ത് പണി, എല്ലാ പണിയും പോവും. പഞ്ചായത്ത് പണിക്ക് പോവും, പാടത്ത് പണിക്ക് പോവും, എല്ലാ പണിക്കും പോവും. അതുകൊണ്ടാണോ ഇപ്പോൾ കഴിയണത്? ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഞങ്ങളെ നോക്കും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ആൺകുട്ടികളില്ല, ഒന്നുമില്ല. 3 പെൺകുട്ടികൾക്ക് 1 പോകുകയും ചെയ്ത് 2 കുട്ടികളാണ് ഉള്ളത്. ഒന്ന് ചതിരിയിൽ, ഒന്ന് പീച്ചിയിലാണ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ. ഒന്നും പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് ഇനിയും പേടി വിട്ടിട്ടില്ല. കുട്ടികളുടെ ചെന്താമര വിട്ടു ജയിൽ ചാടുമോ പറഞ്ഞിട്ടുള്ള പേടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ജയിൽ ചാടിയാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അവന് ജാമ്യമോ പരോളോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമങ്ങളാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സുധാകരൻ്റെ മക്കളെയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ അഖില ഇപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് പോവുകയാണ്. അഖിലയെ സംരക്ഷിക്കുന്നത് ഈ വയസ്സായ അമ്മയും അച്ഛനുമാണ്. അച്ഛനാണെങ്കിൽ അസുഖം ഉണ്ട്, അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. അമ്മ ഈ പ്രായത്തിലും അമ്മ പാടത്തും മറ്റും പണിയെടുത്തിട്ട് അത് കിട്ടുന്ന പണം കൊണ്ടാണ്, കൂലി കൊണ്ടാണ് ഇന്ന് അഖിലയെ പഠിപ്പിക്കുന്നതും ഈ കുടുംബം കഴിഞ്ഞു പോകുന്നതും. എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒരു സഹായം ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാരിലാണ് പ്രതീക്ഷയും അവർക്ക്. കാരണം ഈ കുട്ടികൾക്കൊരു ജോലി,
ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം സുരക്ഷിതമാകുമെന്ന് അമ്മ കരുതുന്നു. കാരണം അവർക്ക് അത് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും അറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്, സർക്കാരിൽ പ്രതീക്ഷയുണ്ട്. ആ കുട്ടികൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഴം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതുമല്ല. അതുകൊണ്ട് ഒരു ജോലി സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. കനത്ത മഴയുള്ള ഒരു സന്ധ്യാനേരത്താണ് കൂനിശ്ശേരിയിലെ സജിതയുടെ കുടുംബ വീട്ടിലെത്തിയത്. കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും ഇളയ മകൾ അവിടെയാണുള്ളത്. ആദ്യം അമ്മയെയും പിന്നീട് അച്ഛനെയും നഷ്ടപ്പെട്ട ആ പെൺകുഞ്ഞിൻ്റെ ദൈന്യമുഖം ഉള്ളുപൊള്ളിച്ചു. എൻ്റെ കാലശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്ന സജിതയുടെ വൃദ്ധയായ അമ്മയുടെ ചോദ്യം ഹൃദയത്തെ കീറിമുറിച്ചു. എത്ര വിലക്കിയിട്ടും ആ രാത്രിയിലും ഞങ്ങളെ യാത്രയാക്കാൻ അവളും മുത്തശ്ശിയും ഞങ്ങൾക്കൊപ്പം വാഹനത്തിനടുത്ത് വരെ വന്നു. വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ. അവളുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും തിരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ആ പെൺകുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഭരണകൂടത്തിന് കഴിയും. അത് ഭരണകൂടത്തിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണ്.